കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേരിയബിൾ എന്താണ്, ടൈപ്സ് ഓഫ് വേരിയബിൾ എന്താണെന്നൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് ഫംഗ്ഷനാണ്. വാട്ട് ഈസ് ഫംഗ്ഷൻ, അതേപോലെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ദ വേർഡ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ദ മാനർ ഇൻ വിച്ച് വൺ വേരിയബിൾ ചേഞ്ചസ് ഇൻ റിലേഷൻ ടു ചേഞ്ചസ് ഇൻ അതർ റിലേറ്റഡ് വേരിയബിൾ. അപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ടെന്ന് കരുതുക. അതിൽ ഒരു വേരിയബിളിൽ വരുന്ന മാറ്റം മറ്റു വേരിയബിളിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അത് ഏത് രീതിയിലാണ് എന്ന് വിവരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ദ വേർഡ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ദ മാനർ ഇൻ വിച്ച് വൺ വേരിയബിൾ ചേഞ്ചസ് ഇൻ റിലേഷൻ ടു ചേഞ്ചസ് ഇൻ അതർ റിലേറ്റഡ് വേരിയബിൾസ്. അതുകൊണ്ട് തന്നെ ഒരു ഫംഗ്ഷനെ നമുക്ക് രണ്ട് വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനാണ് എന്ന് പറയാം. രണ്ട് വേരിയബിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷനാണ് ഫംഗ്ഷൻ എന്ന് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് എ റൂൾ ഓർ എ ഫോർമുല ദാറ്റ് ഗിവ്സ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഇഫ് ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ ഈസ് സ്പെസിഫൈഡ്. രണ്ട് വേരിയബിൾ തമ്മിൽ റിലേഷൻ ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് തന്നാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മറ്റ് വേരിയബിൾ നമുക്ക് തന്നിട്ടുള്ള മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ റൂൾ ഓർ എ ഫോർമുല ദാറ്റ് ഗിവ്സ് ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഇഫ് ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ ഈസ് സ്പെസിഫൈഡ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത് നമ്മൾ വേരിയബിൾ എക്സും അതേപോലെ വേരിയബിൾ വൈ എടുക്കുക. രണ്ട് വേരിയബിൾ ഉണ്ട്. ഈ രണ്ട് വേരിയബിൾ എന്താണ്, റിലേറ്റഡ് ആണ്. ആ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അവിടെ വൈൻ്റെ വാല്യൂ എങ്ങനെയാണ് കാണുന്നത്, ബൈ സ്ക്വയറിങ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് എക്സ്. വൈൻ്റെ വാല്യൂ എന്താണ്, എക്സിൻ്റെ വാല്യൂ സ്ക്വയർ ചെയ്താൽ കിട്ടുന്നതാണ് വൈ. ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാൻ പറ്റും. എക്സിൻ്റെ വാല്യൂ സ്ക്വയർ ചെയ്താലാണ് നമുക്ക് വൈ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെ എഴുതുന്നത്, വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ വൈ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എക്സിനെയാണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എക്സ് എന്ന് ഏതാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ആയിരിക്കും. അപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ, ആ ഫംഗ്ഷനിൽ വരുന്ന വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇക്കണോമിക്സിലേക്ക് ഒരുപാട് ഫംഗ്ഷൻസ് പറയാറുണ്ട് അല്ലേ. അതിലാണ് ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡും പ്രൈസും എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വേരിയബിളാണ്. ഡിമാൻഡും പ്രൈസും രണ്ട് വേരിയബിളാണ്. അപ്പോൾ ഡിമാൻഡ് ഏതിനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ഏതുമായി കണക്ട് ചെയ്ത് കിടക്കുകയാണ്, പ്രൈസുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുകയാണ് അല്ലേ. പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഡിമാൻഡിലും മാറ്റം വരും. ഓക്കെ, സോ ദേ ആർ സോ റിലേറ്റഡ് ദാറ്റ് ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് പ്രൈസ് വി ക്യാൻ ഫൈൻഡ് കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഡിമാൻഡ്. അപ്പോൾ പ്രൈസ് എത്രയാണോ തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിമാൻഡ് എന്താണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പ്രൈസ് എന്ന് പറയാൻ പറ്റും. നമുക്ക് സിമ്പിളായിട്ട് ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ഈസ് കോൾഡ് എ ഫംഗ്ഷൻ. എന്താണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് ഈസ് കോൾഡ് എ ഫംഗ്ഷൻ. അല്ലെങ്കിൽ ഫംഗ്ഷൻ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് എ റിലേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. അപ്പോൾ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട്. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷന്, അതേപോലെ ലീനിയർ ഫംഗ്ഷൻ, ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ, ക്യൂബിക് ഫംഗ്ഷൻ, functions of two or more independent variables, explicit and implicit function, logarithmatic functions എന്ന് പറഞ്ഞ ടൈപ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ. An algebraic function is said to be polynomial if it is of the form y is equal to a0 x raised to n plus a1 x raised to n minus 1 plus up to an, where a0, a1 up to an are constants and n is a positive integer. അപ്പോൾ ഒരു ആൾജിബ്രിക് ഫംഗ്ഷന് പോളിനോമിയൽ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക, y ഈസ് ഈക്വൽ ടു a0 x raised to n പ്ലസ് a1 x raised to n മൈനസ് 1 പ്ലസ് അപ് ടു an. ഇവിടെ a0, a1, an എന്നൊക്കെ പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. n എന്താണ്, പോസിറ്റീവ് ഇൻ്റഗ്രൽ ആണ്. അതായത് ഇതിന് മുകളിൽ വരുന്ന ഡിഗ്രീസ് ഇല്ലേ, അതൊക്കെ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അതായത് മൈനസ് സംഖ്യകളൊന്നും അവിടെ വരൂല. So therefore in a polynomial function the powers of independent variable x in all terms are positive integers. അപ്പോൾ ഇതിൽ എക്സിന് വരുന്ന പവേഴ്സ് ഒക്കെ പോസിറ്റീവ് ഇൻറ്റഗേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ y ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സാമ്പിൾ കൊടുത്തുള്ളത് y ഈസ് ഈക്വൽ ടു 3x ക്യൂബ് മൈനസ് 4x സ്ക്വയർ പ്ലസ് 5x പ്ലസ് 7 ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3.
അതായത് പവർ ഏറ്റവും വലിയ പവർ വന്നിട്ടുള്ളത് 3 ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെയൊക്കെ പോസിറ്റീവായിട്ടുള്ള സംഖ്യകളെ വരുള്ളൂ. ഇവിടെ 3 അല്ലേ, പിന്നെ ഇത് n ആണെന്നുണ്ടെങ്കിൽ ഇത് n-1 ആണ്. അതാണ് 3 - 1 2 വന്നു. പിന്നെ അതിൽ നിന്ന് ഒന്നും കൂടെ കുറക്കുക. ഓക്കെ, അപ്പോൾ 5x വന്നു. ഇവിടെ x എന്താ ഇല്ലാത്തത്? ഇവിടെ x എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? x⁻1 ലാസ്റ്റ് വരുമ്പോൾ 1 - 1 0 എന്ന് വരും. അപ്പോൾ x⁻0 ആകുമ്പോൾ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 7 വന്നത്. അത് നമ്മൾ പഠിച്ചിട്ടില്ല ഡിഫറൻസിയേഷൻ. x⁻0 = 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ലീനിയർ ഫംഗ്ഷൻ. എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 in x ഈസ് കോൾഡ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ്. അതായത് പവർ 1 വരുന്നത്. ഓക്കെ, എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 in x ഈസ് കോൾഡ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഫോർ എക്സാമ്പിൾ y = 3x + 2 ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് എക്സ്. അവിടെ പവർ എന്താണ്? 1 ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 ഈസ് കോൾഡ് എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. അപ്പോൾ അതിൽ ഫംഗ്ഷൻ എക്സിൻ്റെ പവർ വരുന്നത് ഏറ്റവും വലുത് വരുന്നത് 2 ആയിരിക്കും. അപ്പോൾ y = 3x² + 2x + 7 ഈസ് എ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ. ദെൻ system of linear equations. A linear equation is an equation in which the unknowns have power 1. A system of linear equation is a set of simultaneous equation with degree 1 for the unknowns. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ ഇക്വേഷനിൽ തന്നിട്ടുള്ള വേരിയബിളിൻ്റെ പവർ എന്തായിരിക്കും? എല്ലാ അൺനോൺസിൻ്റെയും പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. അതാണ് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അത് സൈമൾട്ടേനിയസ് ഇക്വേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയുക? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള 2x + 3y = 5, 4x + 7y = 25. അപ്പോൾ ഇതിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എങ്ങനെയാണ് കിട്ടുന്നത്? രണ്ട് ഇക്വേഷൻസും കൂട്ടിയിട്ട് നമ്മൾ സോൾവ് ചെയ്യും. അതെങ്ങനെ? എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ നമുക്ക് കിട്ടും. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ഫങ്ഷൻസ് ഓഫ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. If x and y are two variables such that x is an independent variable and y depends on x, then we say y is a function of x denoted by y is equal to f of x. ഇപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണ്. അതായത് എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. വൈ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എക്സിനെയാണെന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ എഴുതാൻ പറ്റും? y is equal to function of x എന്ന് എഴുതാം. അതായത് എക്സാമ്പിൾ തന്നിട്ടുള്ളത് 4x² + 5x - 2 ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ്. വൈ ഏതായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്? എക്സുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വേരിയബിൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരൊറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഉള്ളൂ എക്സ്. അതുമായി കണക്ട് ചെയ്തിട്ടാണ് വൈ നിൽക്കുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻസ് ഓഫ് വൺ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് ഫംഗ്ഷൻസ് ഓഫ് 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഇവിടെ ഒരൊറ്റ വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ അതിലധികമോ വേരിയബിൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരിക. അതായത് ഇഫ് എക്സ് y, z are the three variables such that x and y are two independent variables and z depends on x and y, then we say that z is a function of x and y and is denoted by z is equal to f of xy. അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞ 3 വേരിയബിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എക്സ് ആൻഡ് വൈ ആർ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സെഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എക്സിനെയും വൈനെയാണെന്ന് കരുതുക. അപ്പോൾ എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സെഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ആണ്. അതിനെ നമുക്ക് ഫംഗ്ഷൻ ആക്കിയിട്ട് എഴുതുമ്പോൾ z is equal to function of xy എന്ന് എഴുതാം. സെഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എക്സിനെയും വൈനെയാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ z is equal to 4x² + 5y² + 2xy എന്ന രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ഇവിടെ വരുമ്പോൾ രണ്ട് വേരിയബിളും ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നോക്കുമ്പോൾ രണ്ട് വേരിയബിളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫംഗ്ഷൻസ് ഓഫ് 2 or more ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഡിമാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പ്രൈസിനെയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഡിമാൻഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ നൈംലി പ്രൈസ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് d is equal to 4p - 2. ഡിമാൻഡ് പ്രൈസിൻ്റെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ വേരിയബിൾ. അതിന് നമുക്ക് എഴുതുന്നത് d is equal to 4p - 2. ഇവിടെ p മാത്രമല്ലേ ഉള്ളൂ. നെക്സ്റ്റ് എഴുതുന്നത് വെൻ yield depends on fertilizer and rainfall, yield is a function of two variables fertilizer and rainfall. നമുക്ക് കിട്ടുന്ന ഈൽഡ്, ഒരു കൃഷി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് മൊത്തം എത്രയാണ് കിട്ടുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസറിന് അതേപോലെ റെയിൻഫോൾ ആണെന്നുണ്ടെങ്കിൽ ഈൽഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് നമുക്ക് പറയാം. അതായത് ഫെർട്ടിലൈസറിൻ്റെയും റെയിൻഫോളിൻ്റെയും ഫംഗ്ഷൻ ആയിട്ടാണ് ഈൽഡിനെ പറയുന്നത്. അപ്പോൾ ഫെർട്ടിലൈസറും റെയിൻഫോളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്. അത് ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഈൽഡ്. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും z is equal to 4x + 3y. അവിടെ എക്സ് വൈ രണ്ട് വേരിയബിൾ ഉണ്ട്. അപ്പോൾ z എന്തായിരിക്കും? ഈൽഡ് ആയിരിക്കും.
X fertilizer and Y is rainfall. Okay. Next we move on to explicit and implicit function. Explicit and implicit function. When the dependent variable y is expressed directly in terms of the independent variable, the relationship between x and y is explicitly defined. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അനുസരിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ ആൻ എക്സ്പ്ലിസിറ്റ് റിലേഷൻ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് എക്സ് കറസ്പോണ്ട് ടു എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വൈ. അതിൽ എക്സിന് കറസ്പോണ്ടായിട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് വൈ ഉണ്ടായിരിക്കും. എക്സാമ്പിൾ പറയുന്നത് y is equal to 3x square plus 2x plus 5 is an equation which expresses the relationship between x and y explicitly. Since y is shown in terms of x and constants only. അപ്പോൾ വൈനെ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് ടേംസിലാണ് കാണിച്ചിരിക്കുന്നത്. എക്സ് എത്രയാണോ അതും അത് കോൺസ്റ്റൻ്റ് എത്രയാണോ എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് വൈനെ തീരുമാനിക്കുന്നത്. അതാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ ആണ്, എക്സ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആയിട്ടുള്ള എക്സിൻ്റെ അടിസ്ഥാനമാക്കി എക്സ് ടേംസിലാണ് എന്ത് പറയുന്നത്? വൈനെ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് എക്സ് സ്ക്വയറിൽ എക്സ് ടേംസിലാണ്, ഇവിടെ ഒറ്റ വൈയും ഇല്ല. അപ്പോൾ എക്സിൻ്റെ ടേംസിലാണ് ഇതിനെ തീരുമാനിച്ചിട്ടുള്ളത്, വൈനെ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എക്സിൻ്റെ വാല്യൂ കൊടുക്കും. എക്സിന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആൻസർ വരുന്നത് y is equal to 21 ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ എക്സിന് എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും വാല്യൂ ഓഫ് y വരുന്നത്. ഓക്കെ. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതായത് വൈനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ടേംസിലായിരിക്കും. ഓക്കെ. Then when the relation between the dependent variable y and independent variable x is not expressed directly, the relation is implicit. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഈ റിലേഷൻ തമ്മിലുള്ള റിലേഷന് ഡയറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിലേഷന് ഇംപ്ലിസിറ്റ് ആണെന്ന് പറയാം. ഓക്കെ. അതായത് വൈനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല? എക്സ് ടേംസിലല്ല എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. എക്സ് വൈ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സും വൈയും തമ്മിൽ കണക്ഷൻ ഉണ്ട്, റിലേഷൻ ഉണ്ട്. പക്ഷേ അത് ഏത് ടേംസിലല്ല പറഞ്ഞിട്ടുള്ളത്? വൈനെ എക്സ് ടേംസിലല്ല പറഞ്ഞിട്ടുള്ളത്. എക്സും വൈയോടെ കൂടിയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിനെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ വരുന്നത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷന് A simple exponential function is defined by the equation y is equal to ab raised to x. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പവർ ഫംഗ്ഷൻ ആണ്. അവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് 4 × 3 raised to x is an exponential function. ഓക്കെ. വേരിയബിൾ ബേസ് ആയിരിക്കും, അതേപോലെ കോൺസ്റ്റൻറ്റ് പവർ ഉണ്ടായിരിക്കും. ഇനി ലോഗരിതമിക് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ ഓഫ് ദി ഫോം y is equal to log a raised to x is called logarithmic function. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ള log 3 raised to x is a logarithmic function. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് ആൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ലോഗരിതമിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് ആൻ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഇപ്പോൾ നെക്സ്റ്റ് വരുന്നത് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇഫ് ദ വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഓൾവേസ് ഇൻക്രീസസ് ആസ് ദ വാല്യൂ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസസ്, ദ ഫംഗ്ഷൻ ഈസ് നോൺ ആസ് മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് എ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. അതായത് എഫ് ഓഫ് എക്സ് ഇൻക്രീസസ് ആസ് എക്സ് ഇൻക്രീസസ്. എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എഫ് ഓഫ് എക്സ് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ഫംഗ്ഷൻ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x plus 5 is an increasing function. If the value of a function always decreases as the value of independent variable increases, then function is known as monotonically decreasing function. ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ കുറയാമെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മോണോട്ടോണിക്കലി ഡിക്രീസിങ് ഫംഗ്ഷനാണ്. അതായത് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എക്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ മോണോട്ടോണിക്കലി ഡിക്രീസിങ് ഫംഗ്ഷനാണ്. എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. ഓക്കെ.
നെക്സ്റ്റ് വരുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ. ഇപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഇഫ് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, നമ്മൾ പറയാറുണ്ട് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാറുണ്ട്. അതായത് വൈനെ എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ് ടേംസിലാണ്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് എക്സിനെ വൈ ടേംസിൽ എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? അപ്പോൾ എക്സിനെ വൈ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് വൈനെ എക്സ് ടേംസിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി എക്സിനെ വൈ ടേംസിൽ പറയുന്നതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനെ എഴുതുന്നത് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് വൈ ഓർ എക്സ് ഈസ് ഈക്വൽ ടു എഫ് റേസ്റ്റ് മൈനസ് 1 ഓഫ് വൈ, അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്നുള്ളതാണ് കേട്ടോ. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് വൈ ഈസ് ഈക്വൽ ടു 3x + 2 എന്ന് നമുക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ളതാണ്. അതിനെ തിരിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് വൈ എന്നുള്ള ഇൻവേഴ്സ് ഫംഗ്ഷൻ ഓഫ് വൈ എന്ന് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് 2/3 മൈനസ് +2 അപ്പുറത്തേക്ക് പോകുമ്പോൾ -2. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ വരുന്നത്, ഈ 3 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ വരും. അങ്ങനെയാണ് y - 2/3 എന്ന ഇൻവേഴ്സ് ഫംഗ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ. ഇനി കുറച്ച് ഫംഗ്ഷൻ്റെ ടൈപ്പും കൂടെ വേറൊരു പുസ്തകത്തിലൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷന് ക്യൂബിക് ഫംഗ്ഷനാണ്. അപ്പോൾ ക്യൂബിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നോൺ ലീനിയർ ഫംഗ്ഷനാണ്. അതായത് അതിൻ്റെ മാക്സിമം പവർ വരുന്നത് എക്സിൻ്റെയോ വൈൻ്റെയോ അല്ലെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെ ഒക്കെ പവർ വരുന്നത് 3 ആയിരിക്കും. അപ്പോൾ നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 3 ആണെന്നുണ്ടെങ്കിൽ, മാക്സിമം പവർ 3 ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്യൂബിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ഫോം ഓഫ് ക്യൂബിക് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ax ക്യൂബ് പ്ലസ് bx² പ്ലസ് cx പ്ലസ് d. അവിടെ വേർ a, b, c ആൻഡ് d ആർ ദി റിയൽ നമ്പർ. അപ്പോൾ ക്യൂബിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 3 ഈസ് എ ക്യൂബിക് ഫംഗ്ഷൻ എന്ന് ഓർത്ത് വെക്കുക. ഈ ടൈപ്സ് വരുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ ഓർത്ത് വെക്കാൻ പറ്റുന്ന, ഈസിയായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷൻ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനിൽ വരുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ വിച്ച് ടേക്സ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ മാത്രമുള്ള എടുക്കുന്ന ഫംഗ്ഷനെയാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. In other words, a polynomial function with 0 degree is called a constant function. Polynomial function ഡിഗ്രി 0 ആണെന്നുണ്ടെങ്കിൽ അതിനെ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ y is equal to a. അതേപോലെ x is equal to b, where a and b are constant. ഓക്കെ, അപ്പോൾ ഏത് നമ്പർ നമുക്ക് അതിനെ അസൈൻ ചെയ്ത് കൊടുക്കാം, അതിനൊരു പവറും വരുന്നില്ല. അത്തരത്തിലുള്ളതിനാണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഫംഗ്ഷനും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. എന്നിട്ട് ഏറ്റവും ഈസിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ.